സ്വാമീ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 ജൂൺ പകുതി മുതൽ ജൂലൈ മാസത്തിൻ്റെ അവസാനം വരെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാവുന്ന ശുഭാശുഭങ്ങളായ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുക. ഈ സമയത്തെ ഈ ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരങ്ങളെന്ന് പറയുന്നത് ഇടവം മിഥുനം രാശികളിലായിട്ടാണ് ആദിത്യൻ്റെ സഞ്ചാരം. അതായത് രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ ഈ ഞാറ്റുവേലകളാണ്. ഞാറ്റുവേലകളുടെ പ്രതീകങ്ങളാണ് ഈ 3 നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. അതിൽ രോഹിണി, തിരുവാതിര ഭാഗികമായിട്ടും മകയിരം ഞാറ്റുവേല പൂർണ്ണമായിട്ടും ജൂൺ മാസത്തിൽ സംഭവിക്കുന്നു. ജൂൺ 1 ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരുന്നു. ജൂൺ 30 ഒരു രാശിചക്രം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് ചന്ദ്രൻ മകയിര നക്ഷത്രത്തിലേക്ക് എത്തും. ജൂൺ 6 കറുത്തവാവായിരുന്നു. 21, 22 തീയതികളിൽ വെളുത്തവാവും ആയിരുന്നു. ജൂൺ 1 ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ജൂൺ 18 വരെ അശ്വതി നക്ഷത്രത്തിൽ ആയിരുന്നു. തുടർന്നിപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം എന്ന് പറയുന്നത്. ഇടവൻ രാശിയിൽ തന്നെയാണ് ബുധൻ സഞ്ചരിച്ചിരുന്നത്. ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞു. ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗട്ട്യാവസ്ഥ വരുന്നതാണ്. ശുക്രൻ ഇടവം രാശിയിലാണ് സഞ്ചരിച്ചിരുന്നത്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്ട്യാവസ്ഥയിൽ തന്നെ ആയിരിക്കും. ജൂൺ കഴിഞ്ഞാൽ മാത്രമേ ശുക്രൻ്റെ മൗട്ട്യാവസ്ഥ അവസാനിക്കുകയുള്ളൂ. വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിച്ചു. വ്യാഴമൗട്ട്യം ജൂൺ 4 അവസാനിച്ചു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നു. രാഹു, കേതു യഥാക്രമം മീനൻ രാശിയിലും രേവതി നക്ഷത്രത്തിലും, കേതു കന്നി രാശിയിലും അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഗ്രഹസഞ്ചാരങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പൂരാടം നക്ഷത്രത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങൾ പറയുന്നത്. നക്ഷത്ര ജാതകർക്ക് ജീവിതശൈലിയായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാൽ അതുവഴി അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ജീവിത സാഹചര്യങ്ങളെ ക്ഷമയോടുകൂടി നേരിടാൻ ഉള്ള ഒരു കരുതലെടുത്ത് വയ്ക്കുക. ഔദ്യോഗികമായ ചുമതലകളും യാത്രകളും അതുമായി ബന്ധപ്പെട്ട യാത്രകളും വർദ്ധിക്കുന്നൊരു സമയമാണ്. അധികാരപരിധിയും കുറച്ച് കൂടുതലായി വരാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന് സമർപ്പണം നടത്തുമ്പോൾ അതിൻ്റെ അംഗീകാരങ്ങൾ അനുകൂലമായി വരുന്ന സമയമായിരിക്കും. കൂടാതെ അനുചിത പ്രവൃത്തികളിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളെയോ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതുവഴി ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ, അതായത് പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെയൊക്കെ കാണുവാനും സഹപാഠികളെ കാണുവാനും ഒരുമിച്ച് കുറച്ച് നേരം വിശ്രമിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും. പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുവാനുള്ളൊരു അവസരം ഉണ്ടാകുന്നൊരു സമയമാണ്. സംഭവബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മധൈര്യവും അവസരങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ഐശ്വര്യമുള്ള വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഈ സമയത്ത്. ജോലിസ്ഥലത്തെ അല്ലെങ്കിൽ ജോലി സ്ഥാപനത്തിലെ ഭരണ സംവിധാനത്തിലെ അപാകതകളൊക്കെ അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ആത്മവിമർശനങ്ങളാൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിന് തയ്യാറാകും എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് ഓർമ്മിച്ചിരിക്കുക. അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനും കരൾ രോഗ പീഡകൾക്കെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യണം.
പകർച്ചവ്യാധികൾക്കെതിരെയും ചെറിയ രീതിയിലുള്ള കരുതലുകൾ ഉണ്ടായിരിക്കണം. നീതിയുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. കൂടാതെ തന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും എന്നിവ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വാഹനയാത്രകളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട്. മാനസികമായ വിഷമതകൾ അനുഭവിക്കുവാൻ ഇടവരും. കാരണം അതിന് വേണ്ടിയിട്ട് അധിക ശ്രദ്ധ പുലർത്തുക. ഗൃഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ സ്ത്രീജനങ്ങൾ മുഖേന കലഹം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കളെ പിരിഞ്ഞ് കഴിയേണ്ടി വരുന്നൊരു അവസ്ഥ വരും. വിവാഹകാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ അനുകൂലമായി വന്നു ചേരുന്നതാണ്. വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ വ്യവഹാരങ്ങൾ ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരുക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. പരിശ്രമിച്ച് കാര്യവിജയം നേടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയവും പ്രധാനമായിട്ടും മംഗല്യഭാഗ്യം തന്നെയാണ് കൂടുതലായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കളുമായിട്ടൊക്കെ ആദ്യം ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. എന്നിരുന്നാലും അത് മാറി വരും എന്നുള്ളതാണ്. ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ മുക്തി നേടാവുന്ന ഒരു കാലമാണിത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഔദ്യോഗികപരമായ യാത്രകൾ എന്നിവ വേണ്ടിവരും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടാൻ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ വഴി ആപത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നതാണ്. ഉള്ള ധനത്തിനെ അതിനെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് അനാവശ്യമായ ചിലവുകളെല്ലാം മാറ്റി കൊണ്ട് മുന്നോട്ട് പോയാൽ കുറച്ചധികം വിഷമതകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഈ ജാതകന് ഗുണവർദ്ധനയ്ക്കും ദോഷ ശമനത്തിനുമായിട്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും അവിടുത്തെ യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്താൽ കുറച്ച് ദോഷശമനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലായിരിക്കും പൂരാടം നക്ഷത്ര ജാതകർക്ക് 2024 ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.